നമസ്കാരം. നാം ഏവരും വ്യത്യസ്തരാകുന്നു. സ്വഭാവം കൊണ്ടും ശാരീരികപരമായ വ്യത്യാസങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ ചിലർക്കെങ്കിലും ഏത് കാര്യം ആഗ്രഹിച്ചാലും അത് ഉടനെ നടക്കുന്നതുമാണ്. ചിലർക്ക് ആഗ്രഹിക്കുന്നതിന് മുൻപായി തന്നെ ആ കാര്യം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യം വന്നു ചേരുകയോ സംഭവിക്കുകയോ ചെയ്യുന്നതാകുന്നു. എന്നാൽ ചിലർക്ക് ചിലപ്പോൾ 10 അല്ലെങ്കിൽ 12 മണിക്കൂറുകൾ അല്ലെങ്കിൽ 7 ദിവസത്തിൽ 15 ദിവസത്തിൽ 41 ദിവസത്തിൽ ആഗ്രഹിച്ച കാര്യം നടക്കും. ചിലപ്പോൾ പ്രത്യേകമായ സ്വിച്ച് വേർഡുകൾ അല്ലെങ്കിൽ ചില നമ്പറുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വാക്കുകളാലോ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുമ്പോൾ ചിലർക്ക് വൈകി മാത്രമേ ഫലം ലഭിക്കൂ. അതിന് പിന്നിലെ കാരണം നമ്മുടെ കർമ്മഫലങ്ങൾ തന്നെയാകുന്നു. ഈ ജന്മത്തിലെ മാത്രമല്ല മുൻജന്മ ഫലത്താലും ഇങ്ങനെ സംഭവിക്കുന്നതാകുന്നു. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഉടനെ ഫലം ലഭിച്ചില്ല എങ്കിലും അല്പം വൈകിയാലും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ഒരു വിശ്വാസം നിങ്ങൾ രൂപാന്തരപ്പെടുത്തുകയും ആ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാകുന്നു. ഇനി പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായ ഒരു രഹസ്യത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും വരാഹിദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വജ്രഘോഷം എന്നോ വരാഹിദേവിയുടെ മറ്റ് നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വരാഹിദേവിയെ ആരാധിച്ചാൽ സംഭവിക്കുന്നതായ ചില അത്ഭുതകരമായ നേട്ടങ്ങളുണ്ട്. 3 ലോകങ്ങളിലെയും ശത്രുനാശമാണ് ദേവിയെ ആരാധിച്ചാലുള്ള പ്രധാനപ്പെട്ട ഫലം. അമ്മ നിങ്ങളെ ചേർത്ത് പിടിക്കും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നടക്കേണ്ട സമയത്ത് അമ്മ ഭംഗിയായി തന്നെ നടത്തി തരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അമ്മയെ പൂർണ്ണമായും വിശ്വസിക്കുക എന്ന കാര്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അമ്മ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി പറയുന്നതായ കാര്യം, അതായത് ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്നതായ കാര്യം ഉറങ്ങുന്നതിന് മുൻപായാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. നോൺ വെജ് കഴിച്ചോ അല്ലെങ്കിൽ പീരീഡ്സ് സമയത്തോ മറ്റും ഏത് സമയത്താണ് എങ്കിലും ആർക്കും ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. എന്നാൽ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നതിനാലാണ് ഞാൻ ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കാം. ഉറങ്ങുന്നതിന് മുൻപാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന് മുൻപ് പരാമർശിച്ചിരുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ ഇരു കൈയും നീട്ടി ഉരയ്ക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൈ ചൂടാവുക തന്നെ ചെയ്യും. ഉള്ളം കൈ ചൂടാകുന്നതാണ്. ശേഷം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കയ്യിൽ എഴുതണം. ഏത് ആവശ്യമാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ആ ആവശ്യം നിങ്ങൾ എഴുതുക. അത് ജോലിയാകാം, അല്ലെങ്കിൽ വിവാഹമാകാം, വീടാകാം. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നിങ്ങൾ എഴുതുക. പണമാണ് ആവശ്യമുള്ളത് എങ്കിൽ ആ തുക നിങ്ങൾ എഴുതുക. ശേഷം കൈ ചുരുട്ടി പിടിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ശേഷം ദേവിയോട് ഈ കാര്യം നടന്നാൽ എത്ര സന്തോഷം നിങ്ങൾക്കുണ്ടാകുമോ അത്രയും സന്തോഷത്തോടെ കാര്യം നടന്നതിന് നന്ദി പറയുക. അവിശ്വസനീയമായ തുക എഴുതുവാൻ പാടുള്ളതല്ല. തനിക്ക് അർഹമായ തുക മാത്രമേ എഴുതുവാൻ പാടൂ. അതേപോലെ തനിക്ക് അർഹമായ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഒരിക്കലും അമ്മയെ പരീക്ഷിക്കുവാനായി ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അമ്മയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം ചെയ്യാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക. 21 ദിവസം അടുപ്പിച്ച് ഇപ്രകാരം ചെയ്യുക. നിത്യവും ഒരേ കാര്യം തന്നെ എഴുതണം എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ എഴുതുന്നതായ മഷിക്കും പ്രാധാന്യമുണ്ട്. ചുവപ്പ് അല്ലെങ്കിൽ നീല മഷിയിൽ എഴുതുക. കാര്യം അതിനുള്ളിൽ നടന്നാൽ പിന്നീട് എഴുതേണ്ടതില്ല. എന്നാൽ അമ്മയെ നിത്യവും പ്രാർത്ഥിക്കേണ്ടത് അഥവാ സ്മരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.